1987 കാലഘട്ടം വരെ ഞാൻ കൊല്ലം കോൺവെൻറ്റ് റോഡ് അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ വളരെ ചെറിയ കാലഘട്ടം മുതൽ, ചെറിയ പ്രായം മുതൽ കൊല്ലം മെയിൻ റോഡിൽ ഉമാമഹേശ്വരി ക്ഷേത്രം, അവിടെ നിന്നും തീർത്ഥജലം വാങ്ങാറുണ്ട്. എന്നിട്ട് വീട്ടിൽ വന്നിട്ട്, വീട് മൊത്തം 2 നില വീടാണ്, വലിയ വീടാണ്, അത്രയും മുറികളിലും ഈ തീർത്ഥജലം തളിക്കും. ഞാനാ ചെയ്യാറ്. അന്ന് കുഞ്ഞു പ്രായത്തിൽ, ആ നിഷ്കളങ്കമായിട്ടുള്ള ആ കാലഘട്ടത്തിൽ ഞാനാണ് ഈ തീർത്ഥജലം, വീടിന് ശുദ്ധം വരട്ടെ, ശുദ്ധി ഉണ്ടാകും എന്ന വിശ്വാസത്തിൽ ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരപ്പെട്ട, അതിൽ തുളസി ഉണ്ടാവും, പ്രധാനമായിട്ടും തുളസി ഇല, ഭഗവാന് അഭിഷേകം ചെയ്ത, ദേവനും ദേവിക്കും അഭിഷേകം ചെയ്തിട്ടുള്ള ജലമാണ്. മന്ത്രജപവും മറ്റുമൊക്കെ അതിൽ കലർന്നിട്ടുണ്ട്. അതാണ് തീർത്ഥജലം. കാരണം അതിനൊരു പ്രത്യേക വൈബ്രേഷൻ ഉണ്ട്, സയൻറ്റിഫിക്കലി സൗണ്ട്സ്. അപ്പോൾ ദേവീ ദേവന്മാരുടെ ആ മന്ത്രോച്ചാരണങ്ങളും മറ്റും ഭഗവാന് അഭിഷേകം ചെയ്യിച്ചിട്ടുള്ള ഈ ജലം എന്തുകൊണ്ടും അതിൻ്റെ എനർജി ലെവൽ മാറ്റം വന്നിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റം ആ ജലത്തിന് ഉണ്ട്, ഒരു സംശയമില്ല. അതിൽ തുളസിയും, ചിലർ കർപ്പൂരം, ചിലർ ഏലയ്ക്ക, ഇങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിൽ ഓരോ ചടങ്ങുകൾ ഉണ്ട്. ഏതായാലും രാമനാമജപം, ശ്രീരാമനാമജപം ചെയ്തു വേണം ഭക്ഷണം പാചകം ചെയ്യാൻ വീട്ടമ്മമാർ. അല്ലെങ്കിൽ പാചകം ചെയ്യുന്ന ആരാണെങ്കിലും ദൈവനാമം മനസ്സിൽ ഉരുവിട്ടുകൊണ്ട്, ജപിച്ചുകൊണ്ട് വേണം ഭക്ഷണം പാചകം ചെയ്യാൻ. കാരണം നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്ത, ആ വൈബ്രേഷൻ നാം പാചകം ചെയ്യുന്ന ഭക്ഷണത്തിൽ കലരും, അത് കഴിക്കുന്നവരിലും അതിൻ്റെ സ്വാധീനം ചെലുത്തും എന്നാണ് ശാസ്ത്രം. അപ്പോൾ ഇന്നേ ഈ ഒരു അസഹനീയമായിട്ടുള്ള, ദുരിതപൂർണമായിട്ടുള്ള ശബ്ദങ്ങൾ, ടി വിയിൽ നിന്നാണെങ്കിലും കരച്ചിലും ബഹളവും വഴക്കും അസ്വസ്ഥയും ഇടിനാശവും അങ്ങനെയുള്ള എല്ലാ നെഗറ്റീവ്സോട് കൂടിയുള്ള അന്തരീക്ഷമാണല്ലോ ഇന്ന് ഡൈനിങ് റൂമിൽ ടി വിയും വെച്ച്, അല്ലെങ്കിൽ മൊബൈൽ ഫോണ്. ഈ സൗണ്ട്സ്, ആ വൈബ്രേഷൻസ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കലരും. കാരണം സൗണ്ട്സ് എന്ന് പറയുന്നത് വൈബ്രേഷനാണ്. ഇറ്റ് ക്രിയേറ്റ്സ് എ വൈബ്രേഷൻ. എനി കൈൻഡ് ഓഫ് നോയ്സ് ക്രിയേറ്റ്സ് എ വൈബ്രേഷൻ. അതുകൊണ്ട് we have to be very careful while we eat. Who cooked the food? ആരാണ് ഈ ഭക്ഷണം ചെയ്തത്? അവരുടെ മനോനില, മാനസിക തലം, ആ അന്തരീക്ഷം ഡെഫിനറ്റ്ലി, തീർച്ചയായിട്ടും ആ ഭക്ഷണത്തിൽ കലർന്നിരിക്കും. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലാണെങ്കിൽ മാത്രം അതേ സാധ്യമാവുകയുള്ളല്ലോ. പുറത്തുള്ള ഭക്ഷണം നമുക്കറിയില്ലല്ലോ ആരാ പാചകം ചെയ്തത്, എന്ത് മനോഭാവത്തോടു കൂടിയാണ് പാചകം ചെയ്തത്. എന്തായാലും വാണിജ്യാടിസ്ഥാനത്തിൽ ഭക്ഷണം പാചകം ചെയ്യുന്നത് എന്ത് മനസ്ഥിതിയിലായിരിക്കും, ഏത് അന്തരീക്ഷത്തിലായിരിക്കും? വളരെ ശ്രദ്ധിക്കണം. അന്നം ദൈവസമാനം. ഇപ്പോൾ ഭക്ഷണം എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ ദൈവത്തിന് അർപ്പിച്ച്
അതിൻ്റെ പ്രസാദമായിട്ട് കഴിക്കണം എന്നുള്ളതാണ്. അപ്പോൾ തീർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? തീരുന്നത്, തീർത്തും തീരുന്നത്. നമ്മുടെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, മനപ്രയാസങ്ങൾ, അസുഖങ്ങൾ. കാരണം തീർത്ഥജലം എന്ന് പറയുമ്പോൾ തന്നെ ഒരു മെഡിസിനൽ വാല്യൂ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പണ്ട് കാലം മുതൽ തന്നെ ഇത്തരം ചടങ്ങുകൾ, ഇത്തരം റിച്വൽസ്, അനുഷ്ഠാനങ്ങൾ, അതിന് വളരെ ശാസ്ത്രീയതയുണ്ട്. നിങ്ങൾ ഓരോന്നും സ്റ്റഡി ചെയ്ത് നോക്കൂ. ഗണപതിക്ക് ചാർത്തുന്ന കറുകമാല, ശിവന് ചാർത്തുന്ന കൂവളത്തില, ശ്രീകൃഷ്ണ ഭഗവാന് തുളസി, ഓരോന്നും സയൻറ്റിഫിക് ബേസ് ഉണ്ട്. വളരെ ആഴത്തിൽ